മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗിക സംരക്ഷണത്തിലാണ് വേടൻ എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഏറ്റവും രസകരമായ ഒരു കാര്യം, ഇവരെല്ലാം നാഴികയ്ക്ക് 40 വട്ടം ഈ ദളിതർക്ക് വേണ്ടി വാദിക്കുന്നവരാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇയാൾ പീഡിപ്പിച്ചിരിക്കുന്ന ഒരു ദളിത് പെൺകുട്ടിയാണ്. ഒരു അതുപോലെയുള്ള നിരവധി കേസുകൾ വേറെ ഇനിയും വരാനിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ അണ്ണൻ അറിയാം ഇനിയും വരുമെന്ന്. എങ്ങനെ വരും? പുതിയ ആളുകളെയൊക്കെ അങ്ങ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കില്ല, സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓരോ ദിവസമായിട്ട് ഓരോ എപ്പിസോഡായിട്ട് മാധ്യമ സിൻഡിക്കേറ്റിൽ ഇട്ട് കൊടുക്കും. അമ്മാരാണെങ്കിൽ എടുത്തിട്ട് അങ്ങ് കടിച്ച് കയറിക്കോളൂ എന്നുള്ള രീതിയിലാണ് അണ്ണൻ പറയുന്നത്. എവിടെയാണ് വേടൻ എപ്പോഴും പീഡിപ്പിച്ചിട്ടുള്ളത്? ഇത് വേടൻ പോയി കൈയും കാലും കെട്ടിയിട്ടിട്ട് ബലാത്സംഗം ചെയ്തിട്ട് ഓടിക്കളഞ്ഞതാണോ? 5 വർഷം മുൻപ് നടന്നതാണ് NR മധുവണ്ണ. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളൊരു മുഖ്യ പത്രത്തിൻ്റെ ഒരു മുഖ്യ പത്രാധിപരാണ്. നിങ്ങൾ കാര്യങ്ങളെപ്പറ്റി കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് വീക്ഷിക്കുകയും അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി അത് കുറച്ചുകൂടി ദൃഢമായിട്ടും അല്ലെങ്കിൽ അത് കൃത്യമായിട്ടും വേണം സംസാരിക്കാൻ. അല്ലാതെ എവിടെ നിന്നൊക്കെയോ കിട്ടിയ കുറച്ച് പേപ്പർ കട്ടിങ്ങും എടുത്തുകൊണ്ട് വന്നിട്ട് സംസാരിക്കരുത്. ഒരു മഞ്ഞപ്പത്രത്തിൻ്റെ ഒരു പരിപാടി കാണിക്കരുത്.